ദ വാർ ഓഫ് ടൈറ്റൻസ് കഴിഞ്ഞതിന് ശേഷം സുപ്രീം പവറായിട്ടുള്ളത് ഒളിമ്പ്യൻ സ്യൂസ് ആണ്. സ്യൂസിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ ബാക്കി കൂടെയുള്ള എല്ലാ ബ്രദേഴ്സ് അല്ലെങ്കിൽ സ്യൂസിൻ്റെ ആർമിയിലുള്ളവർ ബോ ഡൗൺ ചെയ്യും. അത്രയും പവർഫുള്ളാണ് സ്യൂസ്. അപ്പോൾ സ്യൂസ് ഒരിക്കലും വിചാരിക്കുന്നില്ല അവരുടെ കൂട്ടത്തിൽ തന്നെ ഇനി ആരെങ്കിലും സ്യൂസിന് അഗെയിൻസ്റ്റ് വരും എന്നുള്ളത്. പക്ഷേ സ്യൂസിൻ്റെ രീതികളോട് പലർക്കും ഈ കൂട്ടത്തിൽ തന്നെയുള്ളവർക്ക് അമർഷം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്യൂസിനോട് ദേഷ്യം ഉണ്ടായിരുന്നത് സ്യൂസിൻ്റെ വൈഫിനാണ്. കാരണം സ്യൂസ് വൈഫ് ഹിറ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിലും കൂടെ പല എക്സ്ട്രാ മാരിറ്റൽ അഫെയർസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹിറ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അങ്ങനെ സ്യൂസിന് അഗെയിൻസ്റ്റ് തിരിയുന്നത് ആദ്യം ഹിറ ആണ്. ഹിറയോടൊപ്പം കൂടുന്നത് സ്യൂസിനോട് ദേഷ്യമുള്ള മറ്റുള്ള ഒളിമ്പ്യൻസ് ആണ്. അങ്ങനെ ഒരു ദിവസം സ്യൂസ് കിടന്നുറങ്ങുന്ന സമയത്ത് ഹീറയും സ്യൂസിൻ്റെ തന്നെ കിങ്ഡമിലുള്ള മറ്റ് ഒളിമ്പ്യൻസും ചേർന്ന് സ്യൂസിനെ കട്ടിലിനോട് ഒരു വലിയ ചെയിൻ യൂസ് ചെയ്ത് കെട്ടിയിടുന്നു. സ്യൂസ് ഉറങ്ങി എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഓൾറെഡി ചെയിൻഡാണ്, അനങ്ങാൻ പറ്റുന്നില്ല. പിന്നീട് ഹിറ ചിന്തിക്കുന്നത് ഇനി സ്യൂസിൻ്റെ പ്ലേസിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ ഞാനാണ് എന്നാണ്. പക്ഷേ ഈ കൂടെ ഹെൽപ്പ് ചെയ്തവർക്കും ഇതേ ഒരു പൊസിഷനിലേക്ക് കണ്ണുണ്ടായിരുന്നു. പലരും അവരവരുടേതായ രീതിയിൽ ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പം അവിടെ ഒരു സിവിൽ വാറിനുള്ള സാധ്യത ഉണ്ടാകുന്നു. ഒളിമ്പ്യൻസിൻ്റെ ഇടയിൽ തന്നെ ഒരു സിവിൽ വാറിനുള്ള സാധ്യത ഉണ്ടാകുന്നു. അങ്ങനെ അതിൽ ഒളിമ്പ്യൻസിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ 100 arms and 50 heads ഉള്ള ഭീമാകാരമായ ഹെക്കിൻടോക്കേഴ്സ് എന്ന് പറയുന്ന ആളെ വിളിക്കുന്നു. ഈ ഹെക്കിൻടോക്കേഴ്സ് മുമ്പ് തന്നെ സ്യൂസ് ആണ് പാതാളത്തിൽ നിന്നും രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്താണെങ്കിലും സ്യൂസിനോട് ഭയങ്കര ഫെയ്ത്ത്ഫുള്ളാണ്. ഹെക്കിൻടോക്കേഴ്സ് ഒളിമ്പ്യൻസിൻ്റെ ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാണെങ്കിലും വന്നു കഴിഞ്ഞപ്പം സ്യൂസിൻ്റെ സൈഡിൽ ആവുകയും മറ്റുള്ള എല്ലാവരെയും ഡിഫീറ്റ് ചെയ്ത് സ്യൂസിൻ്റെ ചെയിന് പൊട്ടിച്ച് സ്യൂസിനെ രക്ഷിക്കുന്നു. സ്യൂസ് ഒരു അലർച്ചയോടെ എഴുന്നേൽക്കുന്നു. ബാക്കി എല്ലാവർക്കും ഓരോരോ രീതിയിലുള്ള പണിഷ്മെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. വൈഫ് ഹീറയെ ആകാശത്ത് ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾക്കായിട്ട് ആകാശത്ത് കെട്ടിത്തൂക്കിയിടും. എന്നിട്ടൊരു ഓത്ത് വാങ്ങും, ഇനി ഒരിക്കലും ഹസ്ബൻഡിന് അഗെയിൻസ്റ്റ് തിരിയില്ല എന്ന്. അപ്പോൾ മാത്രമാണ് ഈ ആകാശത്ത് കെട്ടിത്തൂക്കിയിരിക്കുന്ന ഹീറയെ മോചിപ്പിക്കുന്നത്.